അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബികോമിൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൈഫക്ക് പെട്ടെന്നൊരു വിവാഹ ആലോചന വരുന്നത്. അതും ഒരു ഉസ്താദും കൂടിയാണ്, ഫൈസിയും കൂടിയാണ്. ഈ ഉസ്താദിൻ്റെ വിവാഹാലോചന വന്നപ്പോൾ ദീനിയായി നല്ല ബന്ധമുള്ള അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന പെൺകുട്ടിക്ക് പെട്ടെന്ന് ഇഷ്ടമായി. അങ്ങനെ പെട്ടെന്ന് വിവാഹമൊക്കെ കഴിഞ്ഞു. ഈ ഉസ്താദാണെങ്കിലോ ഉസ്താദായാലും പോലും ജോലി വിദേശത്താണ്. മാസത്തിൽ 2 വർഷത്തിനൊരിക്കൽ കൂടുമ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്. വിവാഹം വളരെ സന്തോഷത്തിൽ കഴിഞ്ഞു. ഉസ്താദിനാണെങ്കിലോ ഉമ്മയും വാപ്പയും ഒന്നുമില്ല, വല്യമ്മയാണുള്ളത്. അങ്ങനെ പെട്ടെന്ന് അവർ തറവാട് മാറി. വല്യമ്മയും അതുപോലെ ഉസ്താദിൻ്റെ ഭാര്യ ഹൈഫയും ഒരു വീട്ടിൽ, പിന്നെ മറ്റുള്ളവർ ഓരോരോ അവരവരുടെ വീട്ടിൽ. പിന്നെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ ഉസ്താദിൻ്റെ സഹോദരൻ്റെ വീട്. അപ്പോൾ 2 കുടുംബം അടുത്തടുത്താണ്. വലിയ സന്തോഷം. സഹോദരന് ഒരു മോനുണ്ട്, +2 പഠിക്കുന്ന ഒരു മോനുണ്ട്. ആ കുടുംബജീവിതം വളരെ പിന്നെ വലിയ സന്തോഷം എന്ന് പറയുന്നത് സഹോദരൻ്റെ മകൻ +2 പഠിക്കുന്ന ഈ മകൻ ഹൈഫാക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എല്ലാ ദിവസവും വീട്ടിൽ വേണ്ടി എന്ത് കാര്യത്തിന് റേഷൻ കടയിൽ പോവലും മറ്റുള്ള എന്ത് സഹായസേന കടയിൽ പോവുക, മറ്റുള്ള ഏത് വിഷയത്തിനും ഹൈഫയെ കൂടെ നിൽക്കുന്നുണ്ട് ഈ സഹോദരൻ്റെ മകൻ. അപ്പോൾ ഉസ്താദ് ഫോൺ വിളിച്ച് പറയാറുണ്ട്, സഹോദരൻ്റെ മകൻ നല്ല ഒരാളാണ്, അതുകൊണ്ട് നല്ല മദ്രസയ്ക്ക് പഠിച്ചവനാണ്, ദീനിയായ ബോധമുള്ളവനാണ്, എന്ത് കാര്യത്തിനും അവന് നീ പറഞ്ഞതുപോലെ കേൾക്കും, പലതും പറഞ്ഞു. അപ്പോൾ വലിയ സന്തോഷമായി. അങ്ങനെ കൂടെ, കാരണം ആ വീട്ടിലുള്ളത് ഈ ഉമ്മയും വല്യമ്മയും ഈ മജീദ് ഫൈസ് എന്ന ഈ ഉസ്താദിൻ്റെ ഭാര്യയുമാണ്. അപ്പോൾ ഇവർ 2 പേരും അവർക്ക് കൂട്ടിനായി സഹായത്തിനായി കൂടെ സുഹൈലുണ്ട്. സന്തോഷത്തിലാണ് അവരുടെ ജീവിതം. ഈ സുഹൈലാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് ഒന്നിച്ചിരുന്ന് ഇങ്ങനെ മൊബൈലൊക്കെ കാണുമ്പോൾ, അതായത് ചില വീഡിയോകൾ ഒരു ഇഷ്ടപ്പെടാത്ത ചില വീഡിയോകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിങ്ങനെ രസത്തിന് വേണ്ടി കാണുകയാണ് എന്ന് അത് ഒന്ന് കാര്യമായി കണക്കൂട്ടില്ല. ചിലപ്പോൾ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ അടുത്ത് വന്ന് നിൽക്കുക. ചിലപ്പോൾ പെൺകുട്ടികൾക്ക് പെട്ടെന്നാണ് അത്തരത്തിലുള്ള ആ ഒരു ബാഡ് ടച്ചിങ്ങൾ പെട്ടെന്ന് അവർ മനസ്സിലാക്കുന്നത്. എന്നാലും ഈ ഹൈഫാൻ്റെ മനസ്സിൽ തോന്നിയത് ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ച് അതൊന്നും കാര്യമാക്കില്ല. ഒരു ദിവസം വീട്ടിൽ ആരില്ലാത്ത സമയത്താണ് +2 പഠിക്കുന്ന ഈ സുഹൈൽ വരുന്നത്. പെട്ടെന്ന് തൊക്കിപ്പിടിച്ചിങ്ങനെ. ആ സമയത്ത് ഹൈഫക്ക് വല്ലാണ്ട് ഞെട്ടലോടുകൂടി എന്താ ചെയ്യുന്നത് എന്ന്, എന്ത് ചെയ്യണമെന്നറിയാതെ സുഹൈലിൻ്റെ മുഖത്തൊരു ഇടി കൊടുത്തു. അപ്പോഴവൻ പറഞ്ഞു, ഞാൻ എന്താ ചെയ്തത് തെറ്റ്, എന്തിനാ എന്നെ അടിച്ചത്, ഇത് സാധാരണ എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ, ഞാൻ സ്നേഹം കൊണ്ടല്ലേ ചെയ്തത്. പല നിലക്ക് അവൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പിന്നെ ഹൈഫ കാര്യമാക്കില്ല, ഇനി മുതൽ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ഇവിടെ പോകുമ്പോൾ അടുത്തടുത്ത് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ഒരു രീതിയിൽ എത്ര പറഞ്ഞാലും അവൻ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഹൈഫ മനസ്സിലാക്കി, ഇനി ഇവനെ കൂടുതൽ അടുത്ത് നിർത്തുന്നത് അത്ര ശരിയല്ല. എന്തെങ്കിലും ആവശ്യത്തിനല്ല, അത്യാവശ്യമായ കാര്യത്തിന് മാത്രം ഇവനുമായിട്ട് ബന്ധമുണ്ടാകണം. ഈ പ്രശ്നമായതിൻ്റെ ശേഷം, കടിയൊക്കെ കിട്ടിയതിൻ്റെ ശേഷം കുറച്ചൊക്കെ വരുന്നതെല്ലാം നിർത്തിയവൻ. അപ്പോൾ വല്യമ്മ ചോദിച്ചു, എല്ലാ ദിവസവും സുഹൈൽ വരുന്നുണ്ടല്ലോ, ഇപ്പം എന്താ സുഹൈൽ കുറച്ച് ദൂരാകുന്നത്, നിങ്ങൾ വലിയ പരസ്പരം ഒരു സ്നേഹിതന്മാരെ പോലെ നല്ല സന്തോഷത്തിലായിരുന്നു. വല്യമ്മക്ക് വലിയ ഇഷ്ടമായിരുന്നു അവരുടെ ആ ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും വന്ന് സോറി പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ഒരു ദിവസം ഒരു ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് റോഡരികിലിരിക്കുമ്പോൾ ഒരു കാണാൻ പറ്റാത്ത ഒരു ഫോട്ടോ കണ്ട് ഇവൻ പറയാണ്, അത് കാണാൻ എന്ത് രസമുണ്ട്, ഇത്താക്കും അതുപോലത്തെ ഡ്രസ്സൊക്കെ അണിഞ്ഞാൽ എന്ത് സുന്ദരിയായി കാണും. ആ സമയത്ത് വല്ലാത്ത ദേഷ്യം വന്ന് ഇവൾക്ക്. അതൊന്നും കാര്യമാക്കില്ല. പിന്നെ ഒരു ദിവസമാണ് വീട്ടിലേക്ക് വരുമ്പോൾ ഇവൻ TV കണ്ടിരിക്കുമ്പോൾ തീരെ കാണാൻ പറ്റാത്ത ഒരു വീഡിയോ ആണ് പെട്ടെന്ന് TV-യിൽ പ്രദർശനമാകുന്നത്. അപ്പോൾ ഇവൻ തെറ്റിയിട്ടായിരിക്കും എന്ന് വിചാരിച്ച് എന്താണെന്ന് ചോദിച്ചു. നോക്കുമ്പോൾ ഇവൻ കരുതിക്കൂട്ടി
പാകപ്പെടുത്തുന്ന ശ്രമത്തിലാണ് എന്ന് ഇവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അപ്പോൾ സോറിയൊക്കെ പറഞ്ഞ് അവൻ ഓടി അവിടുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഹൈഫ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മൊബൈൽ ബാത്റൂമിലിങ്ങനെ വെക്കുന്നതായി ഇവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ പല വീഡിയോയും റെക്കോർഡ് ചെയ്തതായി കണ്ടു. ഇത് വല്ലാണ്ട് ദേഷ്യം പിടിച്ച ഹൈഫ പെട്ടെന്ന് ഈ പൊട്ടിത്തെറി വീട്ടിൻ്റെ അടുത്തുള്ള മജീദിൻ്റെ സഹോദരനറിഞ്ഞു, ഇവിടുത്തെ ഭാര്യക്കറിഞ്ഞു, ഇവൻ്റെ ഉമ്മാക്കറിഞ്ഞു, വല്യമ്മക്കറിഞ്ഞു, എല്ലാവരും വന്നു. ആ സമയത്ത് ഇവൻ പെട്ടെന്ന് ഈ സുഹൈൽ പറഞ്ഞു, എനിക്ക് വേണ്ടാത്ത പലതും എൻ്റെ കൂടെ പല മോശമായ രീതിയിലാണ് ഇത്ത പെരുമാറുന്നത്. പല പച്ച കള്ളത്തരം ഓരോന്നിങ്ങനെ എണ്ണി പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ സഹോദരനും അതുപോലെ സഹോദരൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി, ഏതാ നമ്മുടെ മകൻ അങ്ങനെ ചെയ്യൂല, കാരണം നല്ല കുട്ടിയാണ്. അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, കുട്ടികളൊന്നും ആയിട്ടുമില്ല ഉസ്താദിൻ്റെ ഭാര്യയ്ക്ക്. അപ്പോൾ ഈ ഒരു നിക്കാഹ് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ആ കുടുംബ വല്യമ്മ പറഞ്ഞ പല ദിവസം ആവർത്തിച്ച് കാണുന്നുണ്ട്. ഇവരെ ഒന്ന് അയഞ്ഞാട്ട് കൂടുതലാണ് അവനെ കൂടെ, ഞാൻ പല ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ വല്യമ്മ അവൾക്കെതിരായി, കുടുംബം മൊത്തം അവൾക്കെതിരായി സംസാരിക്കാൻ തുടങ്ങി. പിന്നെ നേരെ ഉസ്താദിനെ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെ വീട്ടിൽ വലിയ പ്രശ്നമുണ്ട്, നീ പെട്ടെന്ന് വരണം, ഈ പെൺകുട്ടി നമുക്ക് ശരിയാവില്ല, ഇവിടെ ഒഴിവാക്കണം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പലതും പറഞ്ഞു. അങ്ങനെ ആ ഉസ്താദ് പെട്ടെന്ന് നാട്ടിൽ വന്ന വലിയ സങ്കടത്തിലായി പെൺകുട്ടി. കാരണം എല്ലാം കുടുംബങ്ങൾ ഇവളെ ദേഷ്യപ്പെടാൻ തുടങ്ങി, എല്ലാവരും ഇവളെ വെറുക്കാൻ തുടങ്ങി. അപ്പോൾ ഉസ്താദിനെ കൊണ്ടുവരാൻ വേണ്ടി വല്യമ്മ എല്ലാവരും പോയി. ഇവളെ ഒഴിവാക്കി ബാക്കി എല്ലാവരും അവിടെ പോയി. ഉസ്താദ് നേരെ വന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന അറിയില്ലല്ലോ, പെട്ടെന്ന് ചൂടാനും ദേഷ്യപ്പെടാനും വലിയൊരു അവിടെ പ്രശ്നമുണ്ടാവാനൊക്കെ സാധ്യത ഉള്ള ഒരു സമയമാണ്. ആ സമയത്ത് ഉസ്താദ് നേരെ ഹൈഫനെ തൊക്കിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇവളെൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് ഇവളൊരു തെറ്റും ചെയ്യൂലെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. ഇവർക്ക് അത്ഭുതപ്പെട്ടു കുടുംബക്കാർ. കാരണം അവളെ കൂടെ നിന്നപ്പോൾ അവർക്ക് വലിയ വിഷമായി, സുഹൈലിനും വിഷമായി. സുഹൈൽ വാദിക്കാൻ തുടങ്ങി, ഇവൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പലതും പറയാൻ പറഞ്ഞു. ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു, നീ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, ഓരോ ദിവസം ചെയ്യുന്ന നിൻ്റെ എല്ലാ വിഷയങ്ങൾ അന്നന്ന് തന്നെ എൻ്റെ ഭാര്യ വിളിച്ച് എന്നോട് കൃത്യമായി പറയുമായിരുന്നു. പ്രതികരിക്കാതെ നിന്നെ ഏതെങ്കിലും രീതിയിൽ ശരിപ്പെടുത്താനാകുന്ന നോക്കിയതാണ്. അവസാനം നിൻ്റെ കളി കൂടിപ്പോയി, മൊബൈലിലൂടെ വീഡിയോ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ നിന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് കൃത്യമായി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ട് നമുക്ക് വലിയ പാഠമെന്ന് പറയുന്നത് എത്രയോ കുടുംബങ്ങൾ നശിഞ്ഞു പോവുകയാണ്. കാരണം ഇത്തരത്തിലുള്ള സംഭവം ചില കുടുംബങ്ങൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ സംഭവിക്കും, സ്വാഭാവികമാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ആ സംഭവിച്ച അന്ന് തന്നെ കൃത്യമായി ഭർത്താവിനോട് ഈ കാര്യങ്ങൾ കൃത്യമായി അന്ന് തന്നെ പറയണം. പറഞ്ഞാലത് പ്രശ്നമാവും, ഭർത്താവ് എന്ത് വിചാരിക്കും. ആ രീതിയിൽ നാം പറയാതിരുന്നാൽ അവസാനം ആ നിങ്ങളെ ശല്യപ്പെടുത്തുന്നവൻ നിങ്ങൾക്കെതിരെയായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. എത്രയോ പെൺകുട്ടികൾ ഇങ്ങനെ മറച്ചു വെക്കും, ഭർത്താവ് എന്തെങ്കിലും വിചാരിക്കും, കാരണം അവൻ്റെ ഇസ്സത്ത് എടുക്കണ്ട എന്ന രീതിയിലേക്കെല്ലാം മറച്ചു വെക്കും. ഈ മറച്ചു വെക്കൽ കൊണ്ട് പിന്നെ ഉണ്ടാകുന്നത് തലാഖിൻ്റെ വക്കിലേക്കാണ്. ഈ പെൺകുട്ടി അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഹൈഫ കൃത്യമായി ഉസ്താദിനോട് പറഞ്ഞതുകൊണ്ട് ഉസ്താദ് അവനെയും ഭാര്യ അവനെ ശരിപ്പെടുത്താനുള്ള പല ശ്രമങ്ങൾ ചെയ്തിട്ടും അതൊന്നും നടക്കുന്നില്ല എന്ന് കഴിയുമ്പോഴാണ് ഈ ഒരവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നത്. നമ്മുടെ ഇത്തരത്തിലുള്ള അനുഭവിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ഭർത്താവിനോട് നാം ഷെയർ ചെയ്യണം. അതുകൊണ്ട് വലിയ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ ദുരന്തത്തിൽ നിന്നാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത്. ഹൈഫ ഏതാനും അത് പറയാതെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഇന്ന് ഹൈഫയുടെ ജീവിതം, ആ വിവാഹ ജീവിതം നഷ്ടപ്പെട്ട് വലിയ സങ്കടത്തിലും പ്രയാസത്തിലും ആ കുടുംബമാകുമായിരുന്നു. അന്നന്ന് വിഷയങ്ങൾ ഷെയർ ചെയ്തതുകൊണ്ട് അൽഹംദുലില്ലാ അവരുടെ ജീവിതം നല്ല സന്തോഷത്തിന്. കാരണം ഈ 2 വർഷം കഴിയുമ്പോൾക്ക്, കാരണം പലതും ഭാര്യയുടെ ഭാഗത്ത് തെറ്റ് വരാൻ സാധ്യത ഉണ്ട് എന്ന് ഭർത്താവ് തെറ്റിദ്ധരിക്കാൻ അത് കാരണമായിരുന്നു. പക്ഷേ അതിനെല്ലാം രക്ഷപ്പെടാനുള്ള വഴി നമ്മുടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അന്ന് തന്നെ നമ്മുടെ ഭർത്താവിനോടോ നമ്മുടെ ഇഷ്ടപ്പെട്ടവരോട് പറഞ്ഞ്
അതിനുള്ളൊരു പരിഹാരം കണ്ടെത്തണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദാമ്പത്യ ജീവിതം വളരെ സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. അസ്സലാമു അലൈക്കും.